ഹലോ ഡിയർ സ്റ്റുഡൻസ്, കെമിസ്ട്രിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ മോൾ കൺസെപ്റ്റ്, ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്, വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും നമ്മൾ പഠിച്ചു കഴിഞ്ഞായിരുന്നു. അതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളും തിയറി വൈസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കുറച്ച് കണക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. കൂടുതലും പ്രോബ്ലംസ് കണക്കുകളാണ് അതിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അപ്പം നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കുറച്ച്, അല്ലെങ്കിൽ പരീക്ഷ എക്സാം മോഡൽ ക്വസ്റ്റ്യൻസ് കുറച്ച് ടെക്സ്റ്റില് ലെറ്റസ് അസസില് വിലയിരുത്താം എന്ന് പറയുന്ന ടോപ്പിക്കിൽ കിടപ്പുണ്ട്. നമ്മൾ ഇന്ന് അതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ക്ലാസ് കാണുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റും കൂടെ എടുത്തു വെച്ച് എന്ത് ചെയ്യുക, ആ ലെറ്റസ് അസസ് എന്ന് പറയുന്ന ടോപ്പിക്കും കൂടെ എടുത്ത് എന്ത് ചെയ്യുക, ക്ലാസ് കാണുക. ഓക്കെ, അപ്പൊ നമുക്ക് അതിലെ ഓരോ ചോദ്യങ്ങൾ ചെയ്യാം. ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്ത് പോവാം, ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ടെക്സ്റ്റില് പേജ് നമ്പർ 45 എടുക്കുക. അതില് ലെറ്റസ് അസസില് ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചോദ്യം നോക്കി, എക്സാമിൻ ദ ഡേറ്റ ഗിവൺ ഇൻ ദി ടേബിൾ. അവിടെ ഒരു ടേബിൾ, പട്ടികയിൽ കുറച്ച് ഡേറ്റാസ്, വിവരങ്ങൾ തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് ദി ഗ്യാസ് ആർ കെപ്റ്റ് കോൺസ്റ്റന്റ്. അപ്പൊ അതിൽ തന്നിരിക്കുന്ന വാതകത്തിന്റെ താപനിലയും നമ്പർ ഓഫ് മോളിക്യൂൾസും, തന്മാത്രകളുടെ എണ്ണവും എന്താണ്, കോൺസ്റ്റന്റ് ആണ്, സ്ഥിരമാണ്. ഇനി അവിടെ തന്നിരിക്കുന്നത് രണ്ട് കോളം തന്നിട്ടുണ്ട്. ആദ്യത്തെ കോളത്തില് പ്രഷർ ആണ് തന്നിരിക്കുന്നത്. പ്രഷറിനെ പി എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യും. രണ്ടാമത്തെ കോളത്തിൽ തന്നിരിക്കുന്നത് വോളിയം ആണ്, അതിനെ വി എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യും. ഇനി പ്രഷർ 1 അറ്റ്മോസ്ഫിയർ ആയിരിക്കുമ്പോൾ ആ ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത് 8 ലിറ്റർ ആണ്. ദെൻ പ്രഷർ 2 അറ്റ്മോസ്ഫിയർ ആകുമ്പോൾ ആ ഗ്യാസിന്റെ വോളിയം എത്രയാണ്, 4 ലിറ്റർ ആണ്. ഇനി പ്രഷർ 4 അറ്റ്മോസ്ഫിയർ ആയപ്പോ വോളിയം എത്രയായി, 2 ലിറ്റർ ആയി മാറി. ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും ഡേറ്റാസ് ആണ് അവർ തന്നിരിക്കുന്നത്. ദെൻ ചോദ്യം ഇതാണ്, കാൽക്കുലേറ്റ് പി ഇൻറ്റു വി. അപ്പൊ ഒന്നാമത്തെ ചോദ്യം എന്താണ്, കാൽക്കുലേറ്റ് പി ഇൻറ്റു വി, അതായത് പ്രഷറും വോളിയവും ഗുണിച്ചെഴുതുക. സിമ്പിൾ ആണ്. ഒന്നാമത്തെ പ്രഷർ 1 അറ്റ്മോസ്ഫിയർ, അപ്പൊ അതിന്റെ വോളിയം 8 ലിറ്റർ. അപ്പൊ 1 × 8 = 8. രണ്ടാമത്തത് അതേപോലെ 2 അറ്റ്മോസ്ഫിയർ, അപ്പൊ 2 × 4 എത്ര വരും, 8. മൂന്നാമത്തത് 4 അറ്റ്മോസ്ഫിയർ, അപ്പൊ അതിന്റെ വോളിയം 2 ലിറ്റർ. ഉണ്ടോ? ഇത്രയേ ഉള്ളൂ ആൻസർ. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഇത്രയേ ഉള്ളൂ, പി ഇൻറ്റു വി. അപ്പൊ കറസ്പോണ്ട് പിയും വിയും കൂടെ ഗുണിച്ചങ്ങ് എഴുതിയാൽ മതി. ഇവിടെ 3 വാല്യൂസ് ഉണ്ട്, അപ്പൊ 3 വാല്യൂ ഗുണിച്ചെഴുതുക. ഓക്കെ, ദെൻ വിച്ച് ഈസ് ദി ഗ്യാസ് ലോ റിലേറ്റഡ് ടു ദിസ്. ഇതുമായി ബന്ധപ്പെട്ട ഗ്യാസ് ലോ, വാതക നിയമം, അത് പല രീതിയിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. തരുന്ന റിലേഷൻ എന്തൊക്കെയാണ് നോക്കിയാൽ മതി. വോളിയവും പ്രഷറും തമ്മിലുള്ള റിലേഷനാണ്, വോളിയവും മർദ്ദവും തമ്മിലുള്ള റിലേഷനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഏത് ഗ്യാസ് ലോ ആയിരിക്കും, ബോയിൽസ് ലോ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പ്രഷർ കൂടി വരികയാണ്, അപ്പൊ വോളിയം എന്ത് ചെയ്ത് വരുന്നു, കുറഞ്ഞു വരുന്നു. വോളിയവും പ്രഷറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് വരുന്നത്, അത് ഏത് ഗ്യാസ് ലോ, ബോയിൽസ് ലോ. അല്ലെങ്കിൽ നമുക്ക് പി വി നോക്കിയാൽ മതി. അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ, ബോയിൽ നിയമം അനുസരിച്ച് പി ഇൻറ്റു വി = കോൺസ്റ്റന്റ്. പി വി എന്ന് പറയുന്നത് ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സ്ഥിരാങ്കമായിരിക്കും. ഓക്കെ, പി ഇൻറ്റു വി, പിയും വിയും കൂടെ ഗുണിച്ചപ്പോ എല്ലാം നമുക്ക് ഒരേ വാല്യൂ അല്ലേ വന്ന 8. അപ്പൊ ഇങ്ങനെയെല്ലാം നമുക്ക് ഏത് ഗ്യാസ് ലോ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാം, ബോയിൽസ് ലോ. മനസ്സിലായോ? സിമ്പിൾ ആയിട്ട് റിലേഷൻ നോക്കിയാൽ മതി. വോളിയവും പ്രഷറും ആ റിലേഷനിൽ തരുന്നതെങ്കിൽ അത് ഏത് ഗ്യാസ് ലോ, ബോയിൽസ് ലോ. വോളിയവും ടെമ്പറേച്ചറും ആ തരുന്നതെങ്കിലോ, ചാൾസ് ലോ. വോളിയവും നമ്പർ ഓഫ് മോളിക്യൂൾസും ആണെങ്കിലോ അത് അവോഗ്യാഡ്രോ നിയമം. ഓക്കെ, then next one, second question. Analyze the situations given below and explain the gas law associated with it. അവിടെ 1-2 സന്ദർഭങ്ങൾ തന്നിട്ടുണ്ട്. ആ സന്ദർഭവുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏതാണെന്ന് എഴുതണം. ഒന്നാമത്തത്, എ ബലൂൺ ഈസ് ബീയിങ് ഇൻഫ്ലേറ്റഡ് എന്ന് വെച്ചാൽ ഒരു ബലൂൺ എന്ത് ചെയ്യുന്നു, ഊതി വീർപ്പിക്കുന്നു. എ ബലൂൺ ഈസ് ബീയിങ് ഇൻഫ്ലേറ്റഡ്, ബലൂൺ ഊതി വീർപ്പിക്കുകയാണ്.
ഇപ്പൊ നിങ്ങൾ പലരും നമ്മൾ ചെയ്തിട്ടുള്ളതാ. ബലൂൺ ഊതി വീർപ്പിക്കും. നമ്മൾ വായു നിറയ്ക്കുന്നതിനനുസരിച്ച് ബലൂണിന്റെ വലിപ്പം കൂടിക്കൂടി വരും. എന്ന് വെച്ചാൽ അതിന്റെ വോളിയം കൂടിക്കൊണ്ടേയിരിക്കും. വായു നിറയ്ക്കുക എന്ന് വെച്ചാൽ അതിലേക്ക് നമ്മൾ നമ്പർ ഓഫ് മോളിക്യൂൾസ്, തന്മാത്രകൾ ഇങ്ങനെ കടത്തിവിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഏത് ഗ്യാസ് ലോ? അവോഗ്യാഡ്രോസ് ലോ. ഏത് ഗ്യാസ് ലോയാ അവിടെ വരുന്നത്? അവോഗ്യാഡ്രോസ് ലോ. അവിടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുന്നതനുസരിച്ച് വോളിയവും കൂടും. അതിലെ വായു ഊതി നിറയ്ക്കുന്നതിനനുസരിച്ച് എന്താണ് സൈസും വലുതായിക്കൊണ്ടേയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത സിറ്റുവേഷൻ. When an inflated balloon is immersed in water, its size decreases. Inflated balloon, ഊതി വീർപ്പിച്ച ഒരു ബലൂൺ എന്ത് ചെയ്യുകയാണ്? immersed in water, വെള്ളത്തിനുള്ളിലേക്ക് താഴ്ത്തി വെക്കുന്നു. അപ്പൊ അതിന്റെ എന്താണ് സൈസ് കുറയുന്നു, വലിപ്പം കുറയുന്നു എന്നാണ് പറയുന്നത്. ഞാൻ പഠിപ്പിച്ച സമയത്ത് തന്നെ പറഞ്ഞതാണ്, നമ്മുടെ വെള്ളം വാട്ടർ ബോഡി എടുക്കുമ്പോൾ ആ വാട്ടർ ബോഡിയുടെ അല്ലെങ്കിൽ ആ വെള്ളത്തിന്റെ ജലാശയത്തിന്റെ ഏറ്റവും അടിത്തട്ടില് എന്ത് കൂടുതലായിരിക്കും? പ്രഷർ കൂടുതലായിരിക്കും, മർദ്ദം കൂടുതലായി. അപ്പൊ ഞാനൊരു ബലൂൺ ഊതി വീർപ്പിച്ചിട്ട് അത് വെള്ളത്തിനുള്ളിലേക്ക് എന്ത് ചെയ്യുകയാണ്? താഴ്ത്തിക്കൊണ്ട് പോവുകയാണ്. അപ്പം വെള്ളത്തിന്റെ മുകളിലുള്ളതിനേക്കാൾ എന്ത് കൂടുതലായിരിക്കും? പ്രഷർ കൂടുതലായിരിക്കും താഴെ. അപ്പൊ താഴോട്ട് പോകുന്നവരും പ്രഷർ കൂടിക്കൂടി വരും. അപ്പോഴത്തേക്ക് സൈസ് കുറയുന്നെന്നാ അവർ പറയുന്നത്. അപ്പൊ ഇത് ഏത് ഗ്യാസിലോ? പ്രഷർ കൂടുമ്പോ, മർദ്ദം കൂടുമ്പോ വോളിയം കുറയുന്നത് ഏത് ഗ്യാസിലോ? ബോയിൽസ് ലോ. അവിടെ ബോയിൽ നിയമമാണ് വരുന്നത്. പ്രഷർ കൂടുന്നത് കൊണ്ട്, മർദ്ദം കൂടുന്നത് കൊണ്ടാണ് അതിന്റെ വ്യാപ്തം എന്ത് ചെയ്യുന്നത്? സൈസ് എന്ത് ചെയ്യുന്നത്? വ്യാപ്തം മീൻസ് വോളിയം മീൻസ് സൈസ് കുറയുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. Certain data regarding various gases kept under the same condition of temperature and pressure are given below. Certain എന്താണ്? Data regarding various gases kept under the same conditions of temperature and pressure. അതായത് പ്രഷർ, ടെമ്പറേച്ചർ, താപനിലയും മർദ്ദവും സ്ഥിരമായിരിക്കുമ്പോൾ ചില വാതകങ്ങളുടെ ഡേറ്റാസ് ആണ് അവർ തന്നിരിക്കുന്നത്. താഴെ ബോക്സിൽ തന്നിരിക്കുന്നത്. അവിടെ ഗ്യാസ് തന്നിട്ടുണ്ട്, വാതകം ഏതാന്ന് തന്നിട്ടുണ്ട്, വോളിയം തന്നിട്ടുണ്ട്, വ്യാപ്തം തന്നിട്ടുണ്ട്, പിന്നെന്താണ്? നമ്പർ ഓഫ് മോളിക്യൂൾസ്, തന്മാത്രകളുടെ എണ്ണവും തന്നിട്ടുണ്ട്. ഓക്കെ. അതിൽ ഒന്നാമത്തെ നോക്കിയേ, ഗ്യാസ് നൈട്രജൻ. അതിന്റെ വോളിയം 10 ലിറ്റർ ആണ്. അപ്പൊ അവിടുത്തെ നമ്പർ ഓഫ് മോളിക്യൂൾസ് എക്സ്. അടുത്തത് ഓക്സിജൻ ഗ്യാസ് ആണ്. അതിന്റെ വോളിയം 5 ലിറ്റർ ആണ്. നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്നിട്ടില്ല. അടുത്തത് അമോണിയ ഗ്യാസ് ആണ്. അവിടെ അതിന്റെ വോളിയം 10 ലിറ്റർ, നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്നിട്ടില്ല. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്, വോളിയം തന്നിട്ടില്ല, നമ്പർ ഓഫ് മോളിക്യൂൾസ് 2x എന്ന് തന്നിട്ടുണ്ട്. 2x. ഓക്കെ. ചോദ്യം ആദ്യം കംപ്ലീറ്റ് ദി ടേബിൾ, പട്ടിക പൂർത്തിയാക്കാനും. രണ്ടാമത്തത് വിച്ച് ഗ്യാസ് ലോ ഈസ് ആപ്ലിക്കബിൾ ഹിയർ. ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഗ്യാസ് ലോ, വാതക നിയമം ഏതാണെന്നുള്ളതാണ്. അപ്പൊ ഏത് വാതക നിയമവും നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്നത്? ഏത് ഗ്യാസ് ലോ ആയിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്പർ ഓഫ് മോളിക്യൂൾസും വോളിയവും തമ്മിലുള്ള റിലേഷൻ പറഞ്ഞു. എന്തായിരുന്നു? ഏത് ഗ്യാസ് ലോ? ഓൾറെഡി നമ്മൾ പറഞ്ഞതാ, അവോഗ്യാഡ്രോസ് ലോ. ഏത് നിയമമാണ്? അവോഗ്യാഡ്രോ ലോ. അവോഗ്യാഡ്രോ ലോയിൽ എന്താ പറയുന്നത്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ the volume of a gas is directly proportional to its number of molecule. താപനില, മർദ്ദം എന്നിവ സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിന്റെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേരനുപാതത്തിലായിരിക്കും. ഇനി അതല്ലാതെ മറ്റൊരു ഡെഫിനിഷനും കൂടെ ഉണ്ട്. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഈക്വൽ വോളിയം ഓഫ് എനി ഗ്യാസസ് കണ്ടെയ്നിങ് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്നൊരു ഡെഫിനിഷനും കൂടെ അവിടെ ഏത് ലോയ്ക്ക് പറയുന്നുണ്ട്? അവോഗ്യാഡ്രോ ലോയിൽ പറയുന്നുണ്ട്. താപനില, മർദ്ദം എന്നിവ സ്ഥിരമായിരിക്കുമ്പോൾ തുല്യവ്യാപ്തം ഏതൊരു വാതകത്തിലും അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണവും തുല്യമായിരിക്കും. അത് വെച്ചാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നൈട്രജന്റെ വോളിയം 10 ലിറ്റർ ആണ്. നൈട്രജന്റെ വോളിയം 10 ലിറ്റർ. അതിൽ എക്സ് എന്ന നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്, എക്സ് എണ്ണം ഉണ്ട് എന്ന് വെക്കുക. അപ്പൊ ഇനി ഓക്സിജന് 5 ലിറ്റർ ആണ്. മനസ്സിലായോ? ഓക്സിജന്റെ വോളിയം എത്രയാണ്? 5 ലിറ്റർ. അപ്പൊ അതിൽ എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാകും? അപ്പൊ ഓക്സിജന്റെ വോളിയവും 10 ലിറ്റർ ആയിരുന്നെങ്കിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടായേനെ? എക്സ്.
കാരണം അവോഗ്യാഡ്രോയിലും അതല്ലേ പറയുന്നത്, വോളിയം സെയിം ആണെങ്കിൽ, വ്യാപ്തം തുല്യമാണെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസും സെയിം ആയിരിക്കും. ഇവിടെ വോളിയം എത്ര? 10 ലിറ്റർ, അതിൽ എക്സ്. ഇവിടെ 10 ലിറ്റർ ആയിരുന്ന വോളിയം അതിന്റെ പകുതിയായി. അപ്പൊ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്തായിരിക്കും? പകുതിയാകും. 10 ലിറ്ററിന്റെ പകുതി 5. അപ്പൊ എക്സിന്റെ പകുതിയോ? x/2. അത്രേ ഉള്ളൂ. ഓക്കെ. അടുത്തത് അമോണിയ ഗ്യാസ്. അമോണിയ ഗ്യാസിന്റെ വോളിയം 10 ലിറ്റർ ആണ്. അവിടെ വോളിയം സെയിം ആണെങ്കിൽ, നൈട്രജൻ 10 ലിറ്ററിൽ എക്സ് മോളിക്യൂൾസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അമോണിയയും 10 ലിറ്ററിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടായിരിക്കും? എക്സ് മോളിക്യൂൾസ്. അവിടെ ഗ്യാസ് ഏതാണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. വോളിയം സെയിം ആണോ? നമ്പർ ഓഫ് മോളിക്യൂൾസും സെയിം ആയിരിക്കും. വ്യാപ്തം തുല്യമാണെങ്കിൽ തന്മാത്രകളുടെ എണ്ണവും തുല്യമായിരിക്കും. ഓക്കെ. അടുത്തത് നമ്പർ ഓഫ് മോളിക്യൂൾസ് 2x എന്ന് പറയുന്നുണ്ട്. അതായത് എക്സില് 10 ലിറ്റർ, 2x എന്ന് പറയുമ്പോൾ അതിന്റെ ഡബിൾ ആയി. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡബിൾ ആയി. അപ്പൊ എന്തും ഡബിൾ ആകും, വോളിയവും ഡബിൾ ആകും. എക്സില് 10, അപ്പൊ 2x എത്ര ആയിരിക്കും? 20 ലിറ്റർ. 10 ഗുണം 2 20 ലിറ്റർ എന്ന് വരും. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നിങ്ങൾ നോക്കിയേ, 4ാമത്തെ ചോദ്യം ഒന്ന് വായിച്ചു നോക്കിയേ. എന്താ 4ാമത്തെ ചോദ്യത്തിൽ പറയുന്നതെന്ന് നോക്കിയേ. 4ാമത്തെ ചോദ്യം 2 ചോദ്യങ്ങളുണ്ട് 4-ല്. എയും ഉണ്ട് ബിയും ഉണ്ട്. അപ്പൊ എ നോക്കിയേ. കാൽക്കുലേറ്റ് ദി മാസ് ഓഫ് 112 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് കെപ്റ്റ് അറ്റ് STP. ബ്രാക്കറ്റിൽ അവർ മോളിക്കുലാർ മാസ് തന്നിട്ടുണ്ട് 44. ക്വസ്റ്റ്യൻ ഇതാണ്, കാൽക്കുലേറ്റ് ദി മാസ് ഓഫ് 112 ലിറ്റർ, 112 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഭാരം. STPയിൽ സ്ഥിതി ചെയ്യുന്ന 112 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തിന്റെ ഭാരം എത്ര എന്നാ ചോദ്യം. അപ്പൊ ക്വസ്റ്റ്യൻ മനസ്സിലായി, എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലായി. ഭാരമല്ലേ കണ്ടുപിടിക്കേണ്ടത്, അതായത് മാസ് ഇൻ ഗ്രാം, ഗ്രാമിലുള്ള ഭാരമാണ് കണ്ടുപിടിക്കേണ്ടത്. മാസ് ഇൻ ഗ്രാം, ഗ്രാമിലുള്ള ഭാരം കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഏതാ ഇക്വേഷൻ? നമ്മൾ ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻ അവസാനം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ 7 ഇക്വേഷനിൽ ഒന്നാണത്. മാസ് ഇൻ ഗ്രാം ഇസ് ഈക്വൽ ടു, ഞാനിപ്പോ അങ്ങ് പറയാം, നമ്പർ ഓഫ് മോൾസ്, മോൾ എണ്ണം ഗുണം ആറ്റം ആണെങ്കിൽ GAM, മോളിക്യൂൾ ആണെങ്കിൽ GMM. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ, അപ്പൊ അത് മോളിക്യൂൾ ആയതുകൊണ്ട് എന്തുകൊണ്ട് GMM. മനസ്സിലായോ? അപ്പൊ എന്താണ് അവിടെ മാസ് ഇൻ ഗ്രാം, ഗ്രാമിലുള്ള ഭാരം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മോൾ എണ്ണം ഗുണം GMM. ഇനി മോൾ എണ്ണം തന്നിട്ടുണ്ടോ ക്വസ്റ്റ്യന്? 112 എന്ന് പറയുന്നത് അവിടുത്തെ നമ്പർ ഓഫ് മോൾസ് ആണോ? അല്ല. പിന്നെന്താ അവിടെ തന്നിരിക്കുന്നത്? എന്താ? നമ്പർ ഓഫ് മോൾസ് അല്ല. പിന്നെന്താ? ലിറ്റർ എന്നുണ്ട്, വോളിയമാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇവിടെ മോള് തന്നിട്ടില്ല. ഇനി മോള് കണ്ടുപിടിക്കണം. എങ്ങനെ? വോളിയം തന്നിട്ടുണ്ട്. അപ്പൊ വോളിയം തന്നിട്ട് എന്ത് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിരിക്കുക? നമ്പർ ഓഫ് മോൾസ്. അപ്പൊ ഇക്വേഷൻ വീണ്ടും എഴുതി. എന്താണ് നമ്പർ ഓഫ് മോൾസ്? മോൾ എണ്ണം ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ്, മോൾ എണ്ണം ഇസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ വരുന്നേ? നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഇക്വേഷൻ വോളിയം അല്ലേ വോളിയം അല്ലേ തന്നിരിക്കുന്നേ. അപ്പൊ വോളിയം അറ്റ് STPയിലെ വ്യാപ്തം ബൈ മോളാർ വോളിയം എത്ര? 22.4. ദെൻ വോളിയം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 112 ഡിവൈഡഡ് ബൈ 22.4. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 5 എന്ന് വരും, 5 മോൾ. ദെൻ ഇനി മാസ് കണ്ടുപിടിച്ചൂടെ? മാസ് ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ മാസ് ഇൻ ഗ്രാം, ഗ്രാമിലുള്ള ഭാരം ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസിന് പകരം 5 GMM. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 44. 44 ഗുണം 5 220 ഗ്രാം. 220 ഗ്രാം എന്ന് വരും. ഓക്കെ. ദെൻ അടുത്തത് അതിൽ തന്നെയുള്ളത് ബി ക്വസ്റ്റ്യൻ. ഹൗ മെനി മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആർ പ്രസന്റ് ഇൻ ഇറ്റ്? ഹൗ മെനി മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, അവിടെ എത്ര മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്? അപ്പൊ എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്പർ ഓഫ് മോളിക്യൂൾസ്, തന്മാത്രകളുടെ എണ്ണം. ഇക്വേഷൻ നമുക്കറിയാം, നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇസ് ഈക്വൽ ടു തന്മാത്രകളുടെ എണ്ണം ഇസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? നമ്പർ ഓഫ് മോൾസ്, മോൾ എണ്ണം ഗുണം അവോഗ്യാഡ്രോ നമ്പർ. മോൾ എണ്ണം ഓൾറെഡി നമ്മൾ ഇവിടുന്ന് കണ്ടുപിടിച്ചില്ലേ, 5 മോൾ. സോ 5 ഇൻറ്റു അവോഗ്യാഡ്രോ നമ്പർ. അത്രേ ഉള്ളൂ. ഇതേപോലെ ഇക്വേഷൻ നമുക്ക് അറിയാമെങ്കിൽ എഴുതി പോകാവുന്നതേ ഉള്ളൂ. ദെൻ അടുത്തത്
അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഫിഫ്ത് വണ്ണില് കാൽക്കുലേറ്റ് ദി വോളിയം ഓഫ് 170 gram ഓഫ് അമോണിയ അറ്റ് STP. അവിടെ മോളിക്കുലാർ മാസ് തന്നിട്ടുണ്ട് 17 അമോണിയയുടെ. ചോദ്യം എന്താണ്? കാൽക്കുലേറ്റ് ദി വോളിയം ഓഫ് 170 gram ഓഫ് അമോണിയ. 170 gram അമോണിയയുടെ എന്ത് കണ്ടുപിടിക്കാൻ? വ്യാപ്തം കണ്ടുപിടിക്കാനാ ചോദ്യം. വോളിയം അറ്റ് STP അല്ലേ കണ്ടുപിടിക്കേണ്ടത്? അപ്പോഴേ ഇക്വേഷൻ എഴുതി വോളിയം അറ്റ് STP യിലെ വ്യാപ്തം is equal to ഇക്വേഷൻ എന്താ? നമ്പർ ഓഫ് മോൾസ്, മോൾ എണ്ണം ഗുണം മോളാർ വോളിയം, മോളാർ വ്യാപ്തം. അതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ഇനി നമ്പർ ഓഫ് മോൾസ്, മോളാർ വോളിയം നമുക്കറിയാം 22.4 ലിറ്റർ. നമ്പർ ഓഫ് മോൾസ്, മോൾ എണ്ണം തന്നിട്ടുണ്ടോ? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ മോൾ എണ്ണം? അവിടെ 170 gram എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. ആ 170 എന്ന് പറയുന്നത് മാസ, അതായത് മോൾ തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. അവിടെ തന്നിരിക്കുന്നത് മാസ് ആണ്. അപ്പൊ എന്താ ഇക്വേഷൻ? നമ്പർ ഓഫ് മോൾസ്, മോൾ എണ്ണം is equal to മാസ് ഇൻ ഗ്രാം, ഗ്രാമിലുള്ള ഭാരം ബൈ അമോണിയ ആണ്. അപ്പൊ GMM, ഗ്രാമിലുള്ള ഭാരം 170 ബൈ GMM. ക്വസ്റ്റ്യനിലുണ്ട് 17. ആൻസർ എത്ര വരും? 10 മോൾ. 10 മോൾ എന്ന് വരും. Then ഇനി വോളിയം കണ്ടുപിടിച്ചൂടെ? വോളിയം അറ്റ് STP is equal to നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചു 10 ഇൻറ്റു മോളാർ വോളിയം 22.4. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര വരും? 224, 224 ലിറ്റർ. മനസ്സിലായോ? ഇങ്ങനെയാണ് എന്ത് കണ്ടുപിടിക്കുന്നത്. ഓരോന്ന് അവിടെ എന്താണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി അത് നോക്കുക, അതിന്റെ ഇക്വേഷൻ എഴുതുക. ആ ഇക്വേഷനകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എന്തെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ളത് നോക്കുക. അത് കണ്ടുപിടിക്കാനുള്ള എന്തെങ്കിലും ക്ലൂ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ ആറാമത്തെ ചോദ്യം നോക്കുക. 6th one, ആറാമത്തെ ചോദ്യം ഒന്ന് വായിച്ചു നോക്കുക. ആറാമത്തത് എന്താ? ആറാമത്തത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഔട്ട് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ് പ്രസന്റ് ഇൻ ദി സാമ്പിൾസ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന സാമ്പിളുകളിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ മോൾ എണ്ണം കണ്ടുപിടിക്കുക. അപ്പൊ അവിടെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാകും, അവിടെ എന്താണ് യഥാർത്ഥത്തിൽ കണ്ടുപിടിക്കേണ്ടത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോൾസ്, മോൾ എണ്ണമാണോ കണ്ടുപിടിക്കേണ്ടത്, അതോ നമ്പർ ഓഫ് മോളിക്യൂൾസ്, തന്മാത്രകളുടെ എണ്ണമാണോ കണ്ടുപിടിക്കേണ്ടത് എന്നൊരു സംശയം പലർക്കും ഉണ്ടാകും. അപ്പൊ അവിടെ ക്വസ്റ്റ്യനെ ആദ്യം എന്താണോ പറയുന്നത് നോക്കിയാൽ മതി. നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾ എന്ന് വെച്ചാൽ തന്മാത്രകളുടെ മോൾ എണ്ണം കണ്ടുപിടിക്കാനാണ്. അതായത് ക്വസ്റ്റ്യനിൽ എന്ത് കണ്ടുപിടിക്കാനാണ്? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനാണ്, മോൾ എണ്ണം കണ്ടുപിടിക്കാനാണ്. അത് ആരുടെയാണ്? തന്നിരിക്കുന്നത് മോളിക്യൂൾ ആയിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചിരിക്കുന്നത്. ഇനി തന്നിരിക്കുന്ന ആറ്റം ആണെങ്കിലോ നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റം, ആറ്റത്തിന്റെ മോൾ എണ്ണം കണ്ടുപിടിക്കാനായിരിക്കും, അല്ലെങ്കിൽ തന്മാത്രകളുടെ മോൾ എണ്ണം. ഇവിടെ തന്നിരിക്കുന്ന രണ്ടും തന്മാത്ര ആയതുകൊണ്ട് അവർ അങ്ങനെ ചോദിച്ചത്. എന്ത് കണ്ടുപിടിക്കാൻ? കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ്, തന്മാത്രകളുടെ മോൾ എണ്ണം കണ്ടുപിടിക്കാൻ. അപ്പൊ അവിടെ തന്നിരിക്കുന്നത് ഒന്ന് ആ തന്മാത്രകളുടെ മാസ് ആണ് അവർ തന്നിരിക്കുന്നത്. തന്മാത്രകളുടെ എണ്ണവും അല്ല തന്നിരിക്കുന്നത്, അതിന്റെ മാസ് ആണ് തന്നിരിക്കുന്നത്. അതിൽ ഒന്നാമത്തത് എന്താണ്? 56 gram നൈട്രജൻ, 56 gram നൈട്രജൻ N2ഉം. രണ്ടാമത്തതിൽ എന്താ തന്നിരിക്കുന്നത്? B90 gram വാട്ടർ, 90 gram ജലവുമാണ് തന്നിരിക്കുന്നത്. ദെൻ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ്, അതായത് എന്ത് തന്നെ നമ്പർ ഓഫ് മോൾസ് is equal to തന്നിരിക്കുന്ന എന്താ നോക്കി? 56, അതിന്റെ മാസ് അല്ലേ 56 എന്ന് പറയുന്നത്. അപ്പൊ ഏത് ഇക്വേഷൻ? മാസ് ഇൻ ഗ്രാം, ഗ്രാമിലുള്ള ഭാരം ബൈ മോളിക്യൂൾ ആയതുകൊണ്ട് GMM. ഗ്രാമിലുള്ള ഭാരം എത്ര? 56 ബൈ GMM. നൈട്രജൻ അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, കണ്ടോ? 28. അപ്പൊ 56 ബൈ 28, ആൻസർ 2. മനസ്സിലായോ? 2 മോൾ എന്ന് വരും. അവിടെയും സെയിം, അവിടെയും മാസ് തന്നെയാ. അപ്പൊ ഈ ഇക്വേഷൻ തന്നെയാ വരുന്നത്. നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു മോൾ എണ്ണം ഇസ് ഈക്വൽ ടു മാസ് ഇൻ ഗ്രാം, ഗ്രാമിലുള്ള ഭാരം ബൈ GMM. ഗ്രാമിലുള്ള ഭാരം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 90 gram.
അപ്പൊ 90 ബൈ GMM വാട്ടറിന്റെതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 18. ആൻസർ 5 മോൾ എന്ന് വരും. 5 മോൾസ്. ഓക്കെ, ക്ലിയർ ആയോ? ഇങ്ങനെയാ ചെയ്തു പോകേണ്ടത്. ദെൻ അടുത്തത് 7th വൺ, 7ാമത്തെ ചോദ്യം ഒന്ന് വായിച്ചു നോക്കിയാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ ആണ്, നേരത്തെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. മോളിക്കുലാർ മാസ് ഓഫ് അമോണിയ ഈസ് 17. അമോണിയയുടെ മോളിക്കുലാർ മാസ് തന്മാത്രാ ഭാരം 17 ആണ്. ദെൻ ഒന്നാമത്തെ ചോദ്യം, ഹൗ മച്ച് ഈസ് ദി GMM ഓഫ് അമോണിയ? അമോണിയയുടെ GMM എന്ന് വെച്ചാൽ ഗ്രാം മോളിക്കുലാർ മാസ് എത്ര എന്നാണ് ചോദ്യം. ആ ചോദ്യം പലർക്കും തിരിഞ്ഞു പോകും. പലരും ആ ചോദ്യം വരുമ്പോഴത്തേക്ക് നമ്പർ ഓഫ് GMM എന്ന് കണ്ടുപിടിക്കാനായിട്ട് അങ്ങ് പോകും. അവിടെ ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് GMM അല്ല, GMMന്റെ എണ്ണമല്ല ചോദിച്ചിരിക്കുന്നത്, അമോണിയയുടെ GMM എത്ര എന്നാ ചോദ്യം. അവര് ക്വസ്റ്റ്യനിൽ അതിന്റെ മോളിക്കുലാർ മാസ് തന്നിട്ടുണ്ട്, 17 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ ചോദിച്ചിരിക്കുന്നത് എന്താ, അതിന്റെ GMM എത്ര? GMM എന്ന് വെച്ചാൽ ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് വെച്ചാൽ എന്താ, മോളിക്കുലാർ മാസിനെ ഗ്രാമിലോട്ട് ആക്കിയാൽ മതി. അപ്പൊ അവിടെ മോളിക്കുലാർ മാസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 17. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താ, ഹൗ മച്ച് ഈസ് ദി GMM ഓഫ് അമോണിയ? അമോണിയയുടെ ഗ്രാം മോളിക്കുലാർ മാസ് എത്ര? ആ തന്നിരിക്കുന്ന മോളിക്കുലാർ മാസ് 17 അല്ലേ, അതിനെ ഗ്രാമിലോട്ട് ആക്കിയാൽ മതി. ആൻസർ എത്ര വരും? 17 ഗ്രാം. 17 ഗ്രാം എന്ന് വരും. ഓക്കെ, അത്രയേ ഉള്ളൂ. യൂണിറ്റ് കറക്റ്റ് ആയിട്ട് ഇടണേ, ഗ്രാം കറക്റ്റ് ആയിട്ട് ഇടണം. ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുമ്പോൾ അവിടെ ഗ്രാം ഉണ്ടായിരിക്കണം. ദെൻ ബി, രണ്ടാമത്തെ ചോദ്യം എന്താണ്, ഫൈൻഡ് ഔട്ട് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾ എന്ന് വെച്ചാൽ നേരത്തെ പോലെ തന്നെ മോളിക്യൂളിന്റെ മോൾ എണ്ണം കണ്ടുപിടിക്കണം. എപ്പോഴാണ്? ഇൻ 170 ഗ്രാം ഓഫ് അമോണിയ, 170 ഗ്രാം അമോണിയയിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ മോൾ എണ്ണം എത്ര? അപ്പൊ എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്പർ ഓഫ് മോൾസ്, മോൾ എണ്ണം ഇസ് ഈക്വൽ ടു 170 ഗ്രാം അമോണിയ എന്നവർ പറയുന്നുണ്ട്. അതായത് ഒരു മാസ് പറഞ്ഞിട്ട് അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുക? നമ്പർ ഓഫ് മോൾസ്, മോൾ എണ്ണം കണ്ടുപിടിക്കാനാ. എന്തുവരും? മാസ് ഇൻ ഗ്രാം ഇക്വേഷൻ, ഗ്രാമിലുള്ള ഭാരം ബൈ GMM. ഗ്രാമിലുള്ള ഭാരം എത്ര ക്വസ്റ്റ്യനിലുണ്ട്? 170 ബൈ GMM 17. ആൻസർ 10 മോൾ എന്ന് വരും. ഓക്കെ, then third one, calculate the number of ammonia molecules present in the above sample of ammonia. മുകളിൽ തന്നിരിക്കുന്ന ഈ 170 ഗ്രാം അമോണിയ സാമ്പിളിൽ അടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് മോളിക്യൂൾസ്, തന്മാത്രകളുടെ എണ്ണം കണ്ടുപിടിക്കാനാ. അത് നമുക്ക് ഇക്വേഷൻ അറിയാം. നമ്പർ ഓഫ് മോളിക്യൂൾസ്, തന്മാത്രകളുടെ എണ്ണം ഇസ് ഈക്വൽ ടു എന്തുവരും? നമ്പർ ഓഫ് മോൾസ്, മോൾ എണ്ണം ഗുണം അവോഗാഡ്രോ നമ്പർ. ഇക്വേഷൻ അറിയാമെങ്കിൽ വളരെ സിമ്പിളാ. നമ്പർ ഓഫ് മോളിക്യൂൾസ്, തന്മാത്രകളുടെ എണ്ണം ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ്, മോൾ എണ്ണം ഗുണം അവോഗാഡ്രോ നമ്പർ. മോൾ എണ്ണം നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ചതേ ഉള്ളൂ, അപ്പൊ അതങ്ങോട്ട് എഴുതിയാൽ മതി. 10 ഗുണം അവോഗാഡ്രോ നമ്പർ, 10 ഗുണം അവോഗാഡ്രോ നമ്പർ എന്ന്. ഓക്കെ, ക്ലിയർ ആയ? 3 ചോദ്യത്തിന്റെ ആൻസർ ആയി. ദെൻ ഇതേപോലെയാണ് അടുത്ത ചോദ്യവും, 8ാമത്തെ ചോദ്യവും. 8th ക്വസ്റ്റ്യനും ഇതേ കണക്കാണ്. ഒന്ന് നോക്കിയേ, അതില് A ഉണ്ട്, B, C 3 ചോദ്യങ്ങളാണ്. സെയിം ക്വസ്റ്റ്യൻ ആണ്. മോളിക്കുലാർ മാസ് ഓഫ് ഓക്സിജൻ ഈസ് 32. ഓക്സിജന്റെ മോളിക്കുലാർ മാസ് 32 ആണ്. Then what is the GMM of oxygen? ഓക്സിജന്റെ GMM എത്ര? നേരത്തെ പറഞ്ഞതുപോലെ അവിടെ മോളിക്കുലാർ മാസ് തന്നിട്ടുണ്ട്. എത്ര GMM ഉണ്ടെന്നല്ല, നമ്പർ ഓഫ് GMM എന്നല്ലല്ലോ ചോദിച്ചിരിക്കുന്നത്, GMM എത്ര എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പം ആ മോളിക്കുലാർ മാസിനെ എന്തിലോട്ട് മാറ്റിയാൽ മതി? ഗ്രാമിലോട്ട്. മോളിക്കുലാർ മാസ് 32 ആണെങ്കിൽ GMM എന്ന് പറയുമ്പോൾ എത്ര ഗ്രാം? 32 ഗ്രാം വരും. Then അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഹൗ മെനി മോൾസ് ഓഫ് മോളിക്യൂൾസ് ആർ there in 64 ഗ്രാം ഓഫ് ഓക്സിജൻ? 64 ഗ്രാം ഓക്സിജനിൽ എത്ര എന്താണ് അല്ലെങ്കിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജന്റെ തന്മാത്രകളുടെ മോൾ എണ്ണം എത്ര? പിന്നെ ഹൗ മെനി മോളിക്യൂൾസ് ആർ there in it? അതിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്? ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് മോൾസ്. 64 ഗ്രാം ഓക്സിജനിൽ എത്ര മോൾ ഉണ്ട്? രണ്ടാമത് കണ്ടുപിടിക്കേണ്ടതോ നമ്പർ ഓഫ് മോളിക്യൂൾസ്, തന്മാത്രകളുടെ എണ്ണവും. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു മോൾ എണ്ണം ഇസ് ഈക്വൽ ടു എന്താ വരുന്നത്?
അവിടെ ക്വസ്റ്റ്യൻ 64 ഗ്രാം എന്നുണ്ട്. മാസ് അല്ലേ തന്നിരിക്കുന്നത്. അപ്പൊ എന്താ ഇക്വേഷൻ? മാസ് ഇൻ ഗ്രാം, ഗ്രാമിലുള്ള ഭാരം ബൈ ഓക്സിജൻ GMM. ഗ്രാമിലുള്ള ഭാരം എത്ര? 64 ബൈ 32. ആൻസർ 2 മോൾ. രണ്ടാമത്തെ ചോദ്യത്തിൽ ഒരെണ്ണത്തിന്റെ ആൻസറേ ആയുള്ളൂ. നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസേ ആയുള്ളൂ. തന്മാത്രകളുടെ മോൾ എണ്ണമാണ് 2 മോൾ. ഇനി എന്ത് കണ്ടുപിടിക്കാനുണ്ട്? നമ്പർ ഓഫ് മോളിക്യൂൾസ് പ്രസന്റ് ഇൻ ദി സാമ്പിൾ എന്നല്ലേ. അപ്പൊ വീണ്ടും നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈക്വേഷനൊക്കെ നേരത്തെ പല സ്ഥലത്തും വന്നതാ. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇസ് ഈക്വൽ ടു, തന്മാത്രകളുടെ എണ്ണം ഇസ് ഈക്വൽ ടു എന്ത് വരും? നമ്പർ ഓഫ് മോൾസ്, മോൾ എണ്ണം ഗുണം അവോഗ്യാഡ്രോ നമ്പർ. മോൾ എണ്ണം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു 2. അപ്പൊ 2 into Na. ഓക്കെ. അടുത്ത ചോദ്യം നോക്കേ. കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം പ്രസന്റ് ഇൻ 64 ഗ്രാം ഓക്സിജൻ. കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം എന്ന് പറയുമ്പോ 64 ഗ്രാം ഓക്സിജനിൽ കാണപ്പെടുന്ന ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം എത്ര? അപ്പൊ ചോദ്യം എന്താ? നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാനല്ലേ. അപ്പൊ നമ്പർ ഓഫ് ആറ്റംസ് ഇസ് ഈക്വൽ ടു, ആറ്റങ്ങളുടെ എണ്ണം ഇസ് ഈക്വൽ ടു, നമ്മൾ ഏത് ഇക്വേഷൻ അവിടെ ഉപയോഗിക്കും? നമ്മൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് അറിയാം. 64 ഗ്രാം ഓക്സിജനിൽ എത്ര തന്മാത്രകൾ ഉണ്ടെന്ന് അറിയാം. അങ്ങനെ തന്മാത്രകളുടെ എണ്ണം തന്നാൽ നമ്പർ ഓഫ് ആറ്റംസ്, ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? നമ്പർ ഓഫ് ആറ്റംസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ്, തന്മാത്രകളുടെ എണ്ണം ഇൻറ്റു അറ്റോമിസിറ്റി, അറ്റോമികത. അവസാനം പഠിച്ച ഇക്വേഷൻ. ആറ്റങ്ങളുടെ എണ്ണം ഇസ് ഈക്വൽ ടു തന്മാത്രകളുടെ എണ്ണം ഗുണം അറ്റോമികത. അപ്പൊ 64 ഗ്രാം ഓക്സിജനിൽ എത്ര തന്മാത്രകൾ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു അല്ലേ. അപ്പൊ നമ്പർ ഓഫ് മോളിക്യൂൾസിന് പകരം 2 into അവോഗാഡ്രോ നമ്പർ ഇൻറ്റു അറ്റോമിസിറ്റി, അറ്റോമികത. ഓക്സിജനെ നമ്മൾ O2 എന്നാ റെപ്രസെന്റ് ചെയ്യുന്നത്. O2 എന്ന് വെച്ചാൽ O+O, അതായത് എത്ര ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്ന്? 2 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നാണ് ഓക്സിജൻ ഉണ്ടാകുന്നത്, ഓക്സിജൻ മോളിക്യൂൾ ഉണ്ടാകുന്നത്. അപ്പൊ അതിന്റെ അറ്റോമിസിറ്റി എത്ര? 2. അപ്പൊ 2 into അവോഗാഡ്രോ നമ്പർ ഇൻറ്റു 2. ആൻസർ 4 into അവോഗാഡ്രോ നമ്പർ. 4 into അവോഗാഡ്രോ നമ്പർ. മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പൊ അതിനകത്ത് ആ 8 ചോദ്യങ്ങളാണ്. ഇങ്ങനെയൊക്കെയാണ് പരീക്ഷയ്ക്ക് എന്ത് വരുന്നത്? ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിന്റെ 8 എണ്ണത്തിന്റെയും ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ ചോദിക്കുക. സംശയങ്ങൾ ഉണ്ടാകുന്ന ഒരു ചാപ്റ്റർ ആണ്. തീർന്നില്ല. അതിനകത്ത് ഇനി എക്സ്റ്റൻഡഡ് ആക്ടിവിറ്റീസിൽ ഒരു 3 ചോദ്യങ്ങളുണ്ട്. തുടർ പ്രവർത്തനത്തിൽ ഒരു 3 ചോദ്യങ്ങളുണ്ട്. ആ 3 ചോദ്യങ്ങളുടെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? തന്നെ അത് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അപ്പൊ നമ്മൾ ബാക്കി 8 എണ്ണം ചെയ്തു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഇനി ഇതിന്റെ കുറച്ച് 1-2 കണക്കുകൾ അല്ലാതുള്ളത് എക്സസൈസ് ഒരു അസൈൻമെന്റ് പോലെ നിങ്ങൾക്ക് അയച്ചു തരും. ആ സമയത്ത് അതിന്റെ ആൻസർ എഴുതി തിരിച്ചയക്കുക. അതിനകത്ത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞു. അത്യാവശ്യം കുറച്ച് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആണ്. അതനുസരിച്ച് പ്രാധാന്യത്തോടു കൂടി എന്ത് ചെയ്യുക? അത് പഠിക്കുക. നമ്മൾ അത് കഴിഞ്ഞ് 3ാമത്തെ ചാപ്റ്ററിലേക്ക് പോകും. അടുത്ത ക്ലാസ്സിൽ എടുക്കും 3ാമത്തെ ചാപ്റ്റർ. 3ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി, ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കും. അപ്പൊ അതിനു മുമ്പ് ഈ ചാപ്റ്റർ, ഈ പറയുന്ന കാര്യങ്ങൾ, ഇത് ഇത്രയും ഇതിന്റെ എല്ലാ കാര്യങ്ങളും നോട്ട്സ്, ഈ എന്താണ് ലെറ്റസ് അസസ് വിലയിരുത്താൻ ചോദ്യങ്ങൾ ആൻസർ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. അത് നോട്ടിലേക്ക് എന്ത് ചെയ്യുക? കോപ്പി ചെയ്യുക, എഴുതുക. നിങ്ങൾ ചെയ്യുക, നോട്ടിലേക്ക് എഴുതി എടുക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.